Hello everyone. Welcome to Gayatri's Glimpses. Today, we are diving into spectroscopic terms symbols for homonuclear diatomic molecules. I'll be explaining this in Malayalam for better understanding. But before we begin, this is a Learn With Me session, so if you notice any mistakes, feel free to point them out without hesitation. Now, let's get started. Spectroscopic term symbols for homodiatomic molecules. ഇതിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2s+1 ലാംഡ പ്ലസ് ഓർ മൈനസ് ജി ഓർ യു. ഇതിലേക്ക് ഇത് എഴുതുന്നതിന് മുമ്പ് നമ്മൾ ലൈറ്റർ എലമെൻസിൻ്റെ ഈ നൈട്രജൻ മോളിക്യൂൾ വരെയുള്ള ലൈറ്റർ എലമെൻസിൻ്റെ മോളിക്കുലർ ഓർബിറ്റൽസിൻ്റെ എനർജിയുടെ ഇൻക്രീസിങ് ഓർഡർ നമ്മൾ പണ്ട് മുതലേ എഴുതുന്നില്ല. എങ്ങനെ എഴുതുന്നത്? സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2p ഈക്വൽ പൈ 2p, ദെൻ സിഗ്മ 2p, പൈ സ്റ്റാർ 2p ഈക്വൽ പൈ സ്റ്റാർ 2p, ദെൻ സിഗ്മ സ്റ്റാർ 2p. ഇനി ഹെവിയർ എലമെൻറ്റ്സ് ആണെങ്കിലോ N2 കഴിഞ്ഞുള്ള മോളിക്യൂൾസിൻ്റെ ആണെങ്കിൽ അതിൻ്റെ ഓർഡർ എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ 1s, സിഗ്മ സ്റ്റാർ 1s, സിഗ്മ 2s, സിഗ്മ സ്റ്റാർ 2s, പൈ 2p അല്ല സിഗ്മ 2p, ദെൻ പൈ 2p ഈക്വൽ പൈ 2p, പൈ സ്റ്റാർ 2p ഈക്വൽ പൈ സ്റ്റാർ 2p, ദെൻ സിഗ്മ സ്റ്റാർ 2p. ഇവിടെ വ്യത്യാസം എന്ന് പറയുമ്പോഴത്തേക്കും സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് നേരെ സിഗ്മ 2p വരും. ലൈറ്റർ എലമെൻറ്റ്സ് ആണെങ്കിൽ സിഗ്മ സ്റ്റാർ 2s കഴിഞ്ഞിട്ട് നേരെ പൈ 2pയിലോട്ട് പോകും. അപ്പോൾ ഇതേ ഓർഡറിനെ തന്നെ നമ്മൾ വേറൊരു രീതിയിൽ എഴുതാൻ പോവുകയാണ്. അപ്പോൾ അതിനു മുമ്പ് നമുക്കറിയാം എല്ലാ സിഗ്മ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ജെറേഡാണ്. ഓൾ സിഗ്മ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ജെറേഡ്. അതുപോലെ ഓൾ സിഗ്മ ആൻറ്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അൺജെറേഡ്. അതുപോലെ ഓൾ പൈ ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അൺജെറേഡ്. അതുപോലെ പൈ ആൻറ്റിബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ ജെറേഡ്. അപ്പോൾ ഇത് വെച്ച് നമ്മൾ നേരത്തെ പറഞ്ഞ ആ ഇൻക്രീസിങ് അതിൻ്റെ ആ ഓർഡറിന് നമ്മൾ വേറൊരു തരത്തിൽ എഴുതാൻ പോവുകയാണ്. ഞാൻ പറഞ്ഞാലും ഈ 14 വരെയുള്ള എലമെൻസിൻ്റെ ഓർഡർ നോക്കുമ്പോൾ ഫസ്റ്റ് വൺ എന്താണ്? സിഗ്മ 1s. അത് ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽ ആണല്ലേ, സിഗ്മ ബോണ്ടിങ്. അപ്പോൾ അത് ജെറേഡാന്നായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിനെ നമ്മൾ എഴുതാൻ പോകുന്നത് 1 സിഗ്മ ജി എന്നാണ്. സിഗ്മ 1sന് നമ്മൾ എന്താക്കി എഴുതുന്നു? 1 സിഗ്മ ജി എന്നും പറഞ്ഞ് എഴുതുന്നു. ഇനി സിഗ്മ സ്റ്റാർ 1s ആകുമ്പോഴത്തേക്കോ ഓൾ സിഗ്മ ആൻറ്റി ബോണ്ടിങ് മോളിക്കുലാർ ഓർബിറ്റൽസ് ആർ അൺജെറേഡ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോൾ അതെങ്ങനെ വരും? 1 സിഗ്മ യു എന്ന് വരും. അപ്പോൾ 1 സിഗ്മ ജി, 1 സിഗ്മ യു, ദെൻ 2 സിഗ്മ ജി, 2 സിഗ്മ യു, ദെൻ പൈ 2p ഈക്വൽ പൈ 2p ആയിരുന്നു വരുന്നത്. അപ്പോൾ എന്ന് പറയുമ്പോൾ പൈ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ അൺജെറേഡ് എന്നായിരുന്നു പറഞ്ഞിരുന്നത്. സോ ഇവിടെ വരുമ്പോഴത്തേക്കും അൺജെറേഡ് അല്ലേ, അപ്പോൾ അത് 1 പൈ യു ഈക്വൽ 1 പൈ യു എന്ന് വരും. നെക്സ്റ്റ് വരുന്നത് സിഗ്മ 2p ആണ്. അതിവിടെ വരുമ്പോൾ 3 സിഗ്മ ജി എന്ന് വരും. സിഗ്മ ബോണ്ടിങ് മോളിക്കുലർ ഓർബിറ്റൽസ് ആർ ജെറേഡ് അല്ലേ, സോ 3 സിഗ്മ ജി എന്ന് വരും. അതുപോലെ നെക്സ്റ്റ് വരുന്നത് ആൻറ്റി ബോണ്ടിങ് പൈ മോളിക്കുലർ ഓർബിറ്റൽസ് ആണ്, ജെറേഡ് ആണ്. സോ 1 പൈ ജി ഈക്വൽ 1 പൈ ജി, നെക്സ്റ്റ് 3 സിഗ്മ യു എന്ന് വരും. അപ്പോൾ 14 വരെയുള്ള എലമെൻസിൻ്റെ ഓർഡർ പറയാം. 1 സിഗ്മ ജി, 1 സിഗ്മ യു, 2 സിഗ്മ ജി, 2 സിഗ്മ യു, 1 പൈ യു ഈക്വൽ 1 പൈ യു, ദെൻ 3 സിഗ്മ ജി, 1 പൈ ജി ഈക്വൽ 1 പൈ ജി, ദെൻ 3 സിഗ്മ യു. അപ്പോൾ 14 കഴിഞ്ഞുള്ള എലമെൻസിൻ്റെ എങ്ങനെ വരും? 1 സിഗ്മ ജി, 1 സിഗ്മ യു, 2 സിഗ്മ ജി, 2 സിഗ്മ യു, 3 സിഗ്മ ജി, ദെൻ 1 പൈ യു ഈക്വൽ 1 പൈ യു, 1 പൈ ജി ഈക്വൽ 1 പൈ ജി, ലാസ്റ്റ് 3 സിഗ്മ യു. ഈ ഹോമോഡൈറ്റോമിക് മോളിക്യൂൾസിൻ്റെ ടേം സിമ്പലിൻ്റെ ജനറൽ ഫോം എന്ന് പറയുന്നത് 2s+1 ലാംഡ പ്ലസ് ഓർ മൈനസ് ജി ഓർ യു ആയിരുന്നു. അപ്പോൾ ഇതിനകത്ത് ലാംഡ എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? ടോട്ടൽ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റം അല്ലേ. അപ്പോൾ ഈ ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് ഈ ഓർബിറ്റൽ ആംഗുലാർ മൊമെൻറ്റത്തിൻ്റെ കമ്പോണൻസിൻ്റെ സം ആണ്. സോ ക്യാപിറ്റൽ ലാംഡ എന്ന് പറയുന്നത് എന്താണ്? സ്മോൾ ലാംഡ 1 പ്ലസ് ലാംഡ 2 പ്ലസ് ലാംഡ 3 പ്ലസ് എക്സെട്ര. അപ്പോൾ ഒരു സിഗ്മ ഇലക്ട്രോൺ ആണ്. ഇനി ഈ ലാംഡയുടെ വാല്യൂ എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ഒരു സിഗ്മ ഇലക്ട്രോൺ ആണെങ്കിൽ ലാംഡയുടെ വാല്യൂ എന്തായിരിക്കും വരുന്നത്? 0 ആയിരിക്കും. കാരണം എന്താ? സിഗ്മ ഇലക്ട്രോൺസ് നമുക്കറിയാം സിമ്മട്രിക്കൽ അറൗണ്ട് ബോണ്ട് ആക്സിസ് ആണ്. സോ അത് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ഒന്നും ചെയ്യുന്നില്ല. സോ സിഗ്മ ഇലക്ട്രോൺസ് ആണെങ്കിൽ അതിൻ്റെ ലാംഡ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിരിക്കും. ഇനി പൈ ഇലക്ട്രോൺസിൻ്റെ കേസ് വരുവാണെങ്കിൽ ഒരു പൈ ഇലക്ട്രോണേ ഉള്ളൂ എങ്കിൽ സ്മോൾ ലാംഡയുടെ വാല്യൂ 1 ആയിരിക്കും വരുന്നത്.
സോ ക്യാപിറ്റൽ ലാംഡ എന്തായിരിക്കും വരുന്നത്? ഇത് സം അല്ലേ, സോ 1 തന്നെയാണ് വരുന്നത്. ഇനി 2 പൈ ഇലക്ട്രോൺസ് വരുന്നെങ്കിൽ അത് 2 കേസസ് ഉണ്ട്. ഈ 2 പൈ ഇലക്ട്രോൺസ് ഒരേ മോളിക്കുലാർ ഓർബിറ്റലിൽ വരാം, അല്ലെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റൽസിലും വരാം. സോ സെയിം മോളിക്കുലാർ ഓർബിറ്റലിലാണ് വരുന്നതെങ്കിൽ λ1 ഈക്വൽ സ്മോൾ λ1 ഈക്വൽ 1 വരും, സ്മോൾ λ2 ഈക്വലും 1 വരും. അപ്പോൾ ഇതിൻ്റെ നമ്മൾ ആഡപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലാംഡ എത്ര കിട്ടും? 2 കിട്ടും. ഇനി ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റലിലാണെങ്കിൽ ഡിഫറെൻറ്റ് മോളിക്കുലാർ ഓർബിറ്റലിലാണ്, സോ അവിടെ പക്ഷേ ഒന്ന് +1 ആയിരിക്കും, മറ്റത് -1 ആയിരിക്കും. സോ ക്യാപിറ്റൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആയിപ്പോകും. ഇനി ഈ ഓർബിറ്റൽ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം വെച്ച് ഓരോ വാല്യൂ വരുമ്പോഴും ഓരോ സിമ്പിൾ റെപ്രസെൻറ്റ് ചെയ്യുമല്ലോ. സോ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിഗ്മയാണ്. അതുപോലെ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 1 ആണെങ്കിൽ റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ ക്യാപിറ്റൽ പൈ ആണ്, 2 ആണെങ്കിൽ ക്യാപിറ്റൽ ഡെൽറ്റ, 3 ആണെങ്കിൽ ക്യാപിറ്റൽ ഫൈ. ഇനി നമുക്കറിയാം 2s+1 എന്താണ് റെപ്രസെൻറ്റ് ചെയ്യുന്നത്? സ്പിൻ മൾട്ടിപ്ലിസിറ്റി. എസ് എന്ന് പറയുന്നത് ടോട്ടൽ സ്പിൻ ക്വാണ്ടം നമ്പർ. എസിൻ്റെ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇൻറ്റു ഹാഫ്, അല്ലെങ്കിൽ n ഇൻറ്റു ഹാഫ്. n എന്ന് പറയുന്നത് നമ്പർ ഓഫ് അൺപെയർഡ് ഇലക്ട്രോൺസ്. സോ നമ്മുടെ ക്യാപിറ്റൽ ലാംഡയുടെ സിമ്പിൾ എങ്ങനെ വരുമെന്നായി? ലെഫ്റ്റ് സൈഡിലുള്ള 2s+1 ആയി. താഴെയുള്ള G or U എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. സോ അതാണ് പാരിറ്റി ഓഫ് ഇലക്ട്രോൺസ്. നമുക്കറിയാം ഇൻവേർഷനിൽ സൈൻ ചേഞ്ച് ഒന്നും വരുന്നില്ല എങ്കിൽ അതെന്തായിരിക്കും? ജെറേഡ് ആയിരിക്കും, ജി ആയിരിക്കും റെപ്രസെൻറ്റ് ചെയ്യുന്നത്. അതുപോലെ ഇൻവേർഷനിൽ സൈനിന് ചേഞ്ച് വരുവാണെങ്കിൽ അത് അൺജെറേഡ് ആയിരിക്കും, റെപ്രസെൻറ്റ് ചെയ്യുന്ന സിമ്പിൾ യു ആയിരിക്കും. ഇനി 2 ഇലക്ട്രോൺസ് ആണ് ഔട്ടർ മോസ്റ്റ് ഓർബിറ്റലിൽ വരുന്നതെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യും ഇത്. അപ്പോൾ G ക്രോസ് G ചെയ്യുമ്പോൾ G ഇൻറ്റു G എന്ന് പറയുന്നത് G തന്നെ ആയിരിക്കും, G ഇൻറ്റു G എന്ന് പറയുന്നത് G തന്നെ ആയിരിക്കും. അതുപോലെ U ഇൻറ്റു U, U ഇൻറ്റു U എന്ന് പറയുന്നതും G ആയിരിക്കും. അതുപോലെ U ഇൻറ്റു G എന്ന് പറയുന്നത് U ആയിരിക്കും, G ഇൻറ്റു U എന്ന് പറയുന്നതും U ആയിരിക്കും. അപ്പോൾ എങ്ങനെയായിരുന്നു? G ഇൻറ്റു G എന്ന് പറയുന്നത് G ആയിരിക്കും, U ഇൻറ്റു U എന്ന് പറയുന്നതും G ആയിരിക്കും, G ഇൻറ്റു U എന്ന് പറയുന്നത് U ആയിരിക്കും, U ഇൻറ്റു G എന്ന് പറയുന്നതും U ആയിരിക്കും. നെക്സ്റ്റ് നമ്മൾ പ്ലസ് ഓർ മൈനസ് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. എന്ന് പറയുമ്പോൾ റിഫ്ലക്ഷനിൽ എനി ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ എന്താണ് ഏത് ഓർബിറ്റലും ആയിക്കോട്ടെ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ യൂസ് ചെയ്യുന്ന സിമ്പിൾ എന്ന് പറയുന്നത് പ്ലസ് ആയിരിക്കും, പ്ലസ് സിമ്പിൾ ആയിരിക്കും യൂസ് ചെയ്യുന്നത്. എനി ഓർബിറ്റൽ ഏത് ഓർബിറ്റലും ആയിക്കോട്ടെ അത് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ നമ്മൾ പ്ലസ് ആയിരിക്കും യൂസ് ചെയ്യുന്നത്. ഇനി പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ പൈ ഓർബിറ്റൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ നമ്മൾ മൈനസ് ഉപയോഗിക്കും, സിഗ്മ ഓർബിറ്റലാണ് പാർഷ്യലി ഫിൽഡ് എങ്കിൽ പ്ലസ് തന്നെ ഉപയോഗിക്കും. അപ്പോൾ ഏത് ഓർബിറ്റൽ ആയിക്കോട്ടെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ പ്ലസ് ഉപയോഗിക്കും, സിഗ്മ ഓർബിറ്റലാണ് പാർഷ്യലി ഫിൽഡ് എങ്കിൽ പ്ലസ് തന്നെ വീണ്ടും ഉപയോഗിക്കും, വീണ്ടും അല്ല പ്ലസ് ഉപയോഗിക്കും. പൈ ഓർബിറ്റലാണ് പാർഷ്യലി ഫിൽഡ് എങ്കിൽ അവിടെ പക്ഷേ മൈനസ് ഉപയോഗിക്കും. സോ ഇത്രയാണ് നമ്മൾ ഈ ടേം സിമ്പിൾ കണ്ടുപിടിക്കുന്നതിന് തൊട്ട് മുമ്പ് മനസ്സിലാക്കിയിരിക്കേണ്ട പോയിന്റ്സ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് എങ്ങനെയാണ് ടേം സിമ്പിൾ എഴുതുന്നതെന്ന് നോക്കാം, ഓരോന്നിൻ്റെ നോക്കാം. ആദ്യമേ ഹൈഡ്രജൻ മോളിക്യൂൾ. ഫസ്റ്റ് മോളിക്യൂൾ ഹൈഡ്രജൻ H2. H2വിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്താണ്? 1 sigma 2 G, 1 sigma 2 G ആണ്. സോ സിഗ്മയാണ്, അപ്പോൾ എന്താണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. സോ ക്യാപിറ്റൽ ലാംഡയുടെ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ക്യാപിറ്റൽ ലാംഡയുടെ വാല്യൂ 0 ആണെങ്കിൽ അതിൻ്റെ സിമ്പിൾ എന്തായിരിക്കും? ക്യാപിറ്റൽ സിഗ്മ ആയിരിക്കും നമ്മുടെ സിമ്പിൾ എന്ന് പറയുന്നത്. സോ സിമ്പിൾ കിട്ടി. ഇനി 2s+1ൻ്റെ വാല്യൂ വേണ്ടേ? അപ്പോൾ ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എസിൻ്റെ വാല്യൂ എന്താണ്? 0 ആണ്. സോ 2s+1ൻ്റെ വാല്യൂ എന്തായിരിക്കും? 2s+1 2 ഇൻറ്റു 0 + 1, സോ 1 ആയിരിക്കും വരുന്നത്. സോ 1 സിഗ്മ എന്ന് കിട്ടി. ഇനി നമുക്ക് ഇത് ജെറൈഡ് ആണല്ലേ, അപ്പോൾ ജെറൈഡിൽ 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ G ഇൻറ്റു G എന്ന് പറയുന്നത് എന്താണ്? G തന്നെയാണ്. സോ 1 സിഗ്മ G എന്ന് കിട്ടി. ഇനി സൈൻ വേണം അല്ലേ? സൈൻ ഇവിടെ കംപ്ലീറ്റ്ലി ഫിൽഡ് അല്ലേ ഓർബിറ്റൽ, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ എന്തായിരിക്കും സൈൻ? പ്ലസ് സൈൻ ആയിരിക്കും. സോ നമ്മുടെ ടേം സിമ്പിൾ എന്താണ്? 1 സിഗ്മ G+. ഓക്കെ, മനസ്സിലായോ? സോ ഇനി നമുക്ക് H2+ ഒന്ന് ചെയ്ത് നോക്കാം. H2+ ആണെങ്കിൽ അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ത് വരും? 1 sigma 1 G വരും, 1 sigma 1 G.
സോ ഇതും സിഗ്മ തന്നെയാണ്. സോ എന്താണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിലേക്ക് ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്യുന്നില്ല, സീറോ തന്നെയാണ്. സോ വരുന്ന സിമ്പിൾ എന്തായിരിക്കും? ക്യാപിറ്റൽ സിഗ്മ തന്നെ ആയിരിക്കും. ഇവിടെ പക്ഷേ അൺപെയർഡ് ഇലക്ട്രോൺ ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ എന്താണ്? 1 ഇൻറ്റു ഹാഫ്. ഒരു അൺപെയർഡ് ഇലക്ട്രോൺ അല്ലേ ഉള്ളൂ, സോ ഹാഫ് ആണ്. അപ്പോൾ 2s + 1ൻ്റെ വാല്യൂ എന്ത് വരും? 2s + 1 = 2 വരും. അപ്പോൾ 2 സിഗ്മ എന്ന് കിട്ടി. ഇനി ഇതും ജിയിൽ തന്നെയല്ലേ, സോ 2 സിഗ്മ ജി എന്ന് കിട്ടി. ഇനി സൈൻ വേണം, പാർഷ്യലി ഫിൽഡ് ആണ്. പക്ഷേ ഏത് ഓർബിറ്റിലാണ്? സിഗ്മ ഓർബിറ്റിലാണ്. സിഗ്മ ഓർബിറ്റിൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ ഏത് സൈൻ ആയിരിക്കും? പ്ലസ് സൈൻ ആയിരിക്കും. സോ 2 സിഗ്മ ജി പ്ലസ് എന്നായി. ഇനി ഹീലിയം നോക്കാം. He2 ആകുമ്പോഴത്തേക്കും അതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്തായിരിക്കും വരുന്നത്? 1 സിഗ്മ 2g 1 സിഗ്മ u2. സോ ഇതും സിഗ്മ തന്നെയാണ്. സോ എന്താണ് ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്തായിരിക്കും? 0 ആയിരിക്കും. 0 ആണെങ്കിൽ സിമ്പൽ എന്തായിരിക്കും? ക്യാപിറ്റൽ സിഗ്മ. ഇനി അൺപെയർഡ് ഇലക്ട്രോൺസ് എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. സോ എസിൻ്റെ വാല്യൂ 0. സോ 2s + 1ൻ്റെ വാല്യൂ 1. ഇനി ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺസ് എവിടെയാണ് നിൽക്കുന്നത്? യുയിലാണ് നിൽക്കുന്നത്. 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ യു ഇൻറ്റു യു ചെയ്യുന്നു. യു ഇൻറ്റു യു ആണെങ്കിൽ എന്താണ്? യു ഇൻറ്റു യു ആണെങ്കിൽ ജി ആണ് വരുന്നത്. സോ എങ്ങനെ വരും? 1 സിഗ്മ യു എന്ന് വരും. ഇനി സൈൻ വേണം. കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണെങ്കിൽ പ്ലസ് സൈൻ. സോ 1 സിഗ്മ ജി പ്ലസ് എന്ന് വരും. അങ്ങനെയാണെങ്കിൽ He2+ൻ്റെ ടേം സിമ്പൽ എങ്ങനെ ആയിരിക്കും വരുന്നത്? ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുമ്പോൾ 1 സിഗ്മ 2g 1 സിഗ്മ u1. ഇതും സിഗ്മ തന്നെയാണ്. സോ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം, ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 വരും. സോ സിമ്പൽ വരുന്നത് ക്യാപിറ്റൽ സിഗ്മ ആയിരിക്കും. അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ ഹാഫ് ആണ്. അപ്പോൾ 2s + 1ൻ്റെ വാല്യൂ 2 വരും. അതുപോലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ എവിടെയാണ് നിൽക്കുന്നത്? അൺജെറൈഡിലാണ് നിൽക്കുന്നത്. സോ യു ആണ്. അത് മാത്രമല്ല യുയിലാണ് നിൽക്കുന്ന സിഗ്മ ഓർബിറ്റിൽ പാർഷ്യലി ഫിൽഡ് ആണ്. സിഗ്മ ഓർബിറ്റിൽ പാർഷ്യലി ഫിൽഡ് ആണെങ്കിൽ പ്ലസ് ആയിരിക്കും. സോ നമ്മൾ ടേം സിമ്പിൾ എഴുതുമ്പോൾ 2 സിഗ്മ യു പ്ലസ് എന്ന് വരും. ഇനി Li2 വരുമ്പോൾ എങ്ങനെയായിരിക്കും? Li2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറയുന്നത് 1 സിഗ്മ G2 1 സിഗ്മ U2 2 സിഗ്മ G2. ഇവിടെയും സിഗ്മ തന്നെയാണ്. ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 ആണ്. സോ വരുന്ന സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിഗ്മ തന്നെയാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല, കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ പ്ലസ് സൈൻ. സോ 1 സിഗ്മ ജി പ്ലസ് എന്ന് വരും. ഇനി ഇതാണ് Be2ൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ 1 സിഗ്മ G2 1 സിഗ്മ U2 2 സിഗ്മ G2 2 സിഗ്മ U2. ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0. സോ സിമ്പൽ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിഗ്മ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ എസിൻ്റെ വാല്യൂ 0. സോ 2s + 1ൻ്റെ വാല്യൂ 1. അതുപോലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ യുയിലാണ് വരുന്നത്. സോ നമ്മൾ യു ക്രോസ് യു ചെയ്യുന്നു. യു ക്രോസ് യു എന്ന് പറയുന്നത് ജി ആണ്. പിന്നെ അതുപോലെ ഔട്ടർ മോസ്റ്റ് ഓർബിറ്റൽ ഈസ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ പ്ലസ് ആയി. സോ 1 സിഗ്മ ജി പ്ലസ്. നെക്സ്റ്റ് ബോറോൺ മോളിക്യൂൾ B2. 1 സിഗ്മ G2 1 സിഗ്മ U2 2 സിഗ്മ G2 2 സിഗ്മ U2. പിന്നെ 2 ഇലക്ട്രോൺസ് വരണം. അതപ്പോൾ എങ്ങനെ ആയിരിക്കും? 1 പൈ U1 = 1 പൈ U1. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ആണ് വരുന്നത്. പൈ ഇലക്ട്രോൺസും ആണ് വരുന്നത്. സോ നമ്മുടെ 2 ഓർബിറ്റലിലായിട്ടാണ് പൈ ഇലക്ട്രോൺസ് വരുന്നത്. സോ ഇവിടെയും എന്താണ്, ഈ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു ഇതിൻ്റെ സമ്മാണ് നമ്മൾ എടുക്കുന്നതെന്ന് പറയാം. സമ്മാണ് നമ്മൾ എടുക്കുന്നത്. സോ സിഗ്മ 1 അല്ല, സ്മോൾ ലാംഡ 1 എന്ന് പറയുന്നത് +1ഉം സ്മോൾ ലാംഡ 2 എന്നുള്ളത് -1ഉം വരും. ഇത് ആഡപ്പ് ചെയ്യുമ്പോൾ ക്യാപിറ്റൽ ലാംഡ = 0 തന്നെ കിട്ടും. 0 വരുന്നത് കൊണ്ട് സിമ്പിൾ എന്തായിരിക്കും? ക്യാപിറ്റൽ സിഗ്മ ആയിരിക്കും. അതുപോലെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. എത്ര അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്? 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് 2 × ½ = 1 ആണ് വരുന്നത്. അതുപോലെ 2s + 1ൻ്റെ വാല്യൂ അപ്പോൾ എന്ത് വരും? എസിൻ്റെ വാല്യൂ 1 ആണെങ്കിൽ 2s + 1ൻ്റെ വാല്യൂ 3 വരും. പിന്നെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ഇൻ യു ആണ് വരുന്നത്. നമ്മൾ യു ഇൻറ്റു യു ചെയ്യുന്നു. സോ നമുക്ക് ജി കിട്ടുന്നു. ഇനി പൈ ഓർബിറ്റിൽ പാർഷ്യലി ഫിൽഡ് ആണ്. പൈ ഓർബിറ്റിലാണ് പാർഷ്യലി ഫിൽഡ് ആണ്. സോ ഇവിടെ സൈൻ എന്ത് വരും? മൈനസ് സൈൻ ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ ടേം സിമ്പിൾ എന്ന് പറയുന്നത് 3 സിഗ്മ ജി മൈനസ് ആയിരിക്കും. നെക്സ്റ്റ് കാർബൺ മോളിക്യൂൾ നോക്കാം. C2. ഇതിൻ്റെ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെയാണ് വരുന്നത്? 1 സിഗ്മ G2 1 സിഗ്മ U2 2 സിഗ്മ G2 2 സിഗ്മ U2 1 പൈ U2 = 1 പൈ U2. സോ ഈ 2 ഇലക്ട്രോൺസ് വെച്ചാണ് മോളിക്കുലാർ ഓർബിറ്റൽസിൽ വരുന്നത്. സോ നമ്മുടെ ക്യാപിറ്റൽ ലാംഡയുടെ വാല്യൂ എങ്ങനെ വരും?
ഇവിടെയും നമ്മൾ തൊട്ട് മുമ്പ് പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആദ്യമേ ഈ രണ്ട് ഇലക്ട്രോൺസ് വെച്ച് രണ്ട് ഓർബിറ്റലിലും ഇരിപ്പുണ്ട്. സോ +1 × 2 +-1 × 2 വരും. സം വരുമ്പോൾ 0 തന്നെ ആയിരിക്കും വരുന്നത്. ഡിഫറൻറ്റ് എംഒസിൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിട്ടിരിക്കുകയാണ്. സോ +1 × 2 +-1 × 2 ചെയ്യുന്നു. ഇവിടെയും ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ 0 തന്നെ കിട്ടുന്നു. സോ സിമ്പിൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ സിഗ്മ. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ എസിൻ്റെ വാല്യൂ 0. സോ മൾട്ടിപ്ലിസിറ്റി എത്രയായിരിക്കും വരുന്നത്? 1 ആയിരിക്കും വരുന്നത്. അതുപോലെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ജെറൈഡിലാണ്. ഇവിടെ നമ്മൾ ചെയ്യുമ്പോൾ U × U × U × U. ഇതിനെ നമുക്ക് G × G എന്ന് എഴുതിക്കൂടി. കാരണം U × U × U × U എന്ന് പറയുന്നത് ഈ G × G ആണല്ലോ. സോ G × G എന്ന് പറയുന്നത് എന്താണ്? G തന്നെയാണ്. പിന്നെ ഓർബിറ്റൽ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ സൈൻ വരുന്നത് പ്ലസ് ആണ്. സോ നമ്മുടെ ടേം സിമ്പൽ വരുന്നത് 1σg+. ഇനി നൈട്രജൻ മോളിക്കൂൾ വരുമ്പോഴും 1σg2 1σu2 2σg2 2σu2 1πu2 = 1πu2 3σg2. സിഗ്മയാണ് വരുന്നത്. സോ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം 0 ആണ്. സോ സിമ്പൽ ക്യാപിറ്റൽ സിഗ്മ തന്നെയാണ്. പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. സോ മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് എസിൻ്റെ വാല്യൂ 0, മൾട്ടിപ്ലിസിറ്റി എന്ന് പറയുന്നത് 1. പിന്നെ ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോൺ ജിയിലാണ്, 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്മൾ G × G ചെയ്യുന്നു, G തന്നെ കിട്ടുന്നു. പിന്നെ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ സൈൻ എന്ന് പറയുന്നത് പ്ലസ് ആണ്. സോ ടേം സിമ്പൽ എന്ത് വരും? 2 പ്ലസ് വരുമ്പോൾ ഇലക്ട്രോൺ കോൺഫിഗറേഷൻ എന്താ വരുന്നത്? ലാസ്റ്റ് 3σg1 ആയിരിക്കും വരുന്നത്. സോ അവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ എന്ത് വരും? ഹാഫ് ആയിരിക്കും വരുന്നത്. സോ മൾട്ടിപ്ലിസിറ്റി എത്ര വരും? 2s + 1 = 2 × ½ + 1 വരും. സോ 2s + 1ൻ്റെ വാല്യൂ 2 വരും. പിന്നെ G ആണ് വരുന്നത്. സിഗ്മ ഓർബിറ്റിൽ പാർഷ്യലി ഫിൽഡ് ആയതുകൊണ്ട് പ്ലസ് സൈൻ ആയിരിക്കും. സോ നമ്മുടെ ടേം സിമ്പൽ എന്ന് പറയുന്നത് 2σg+. ഇനി ഓക്സിജൻ മോളിക്യൂൾ നോക്കുമ്പോഴോ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ വരുന്നത് 1σg2 2σu2 2σg2 2σu2 ഞാൻ എന്തായാലും പറഞ്ഞു 1σg2 1σu2 2σg2 2σu2 then 3σg2 വരും. കാരണം ഇത് നൈട്രജൻ കഴിഞ്ഞുള്ള മോളിക്യൂൾ ആണല്ലോ. സോ അവിടെ ഡിഫറൻസ് ഉണ്ട്. സോ 3σg2 വന്നു. ദെൻ 1πu2 = 1πu2. ദെൻ 1πg1 = 1πg1. ഇവിടെ എന്താണ് ഡിഫറെൻറ്റ് മോളിക്കുലർ ഓർബിറ്റൽസ് ആയിട്ട് ഇലക്ട്രോൺസ് വരുവാണ് ചെയ്യുന്നത്. സോ ആഡപ്പ് ചെയ്യുമ്പോൾ 0 ആയിരിക്കും കിട്ടുന്നത്. സോ സിമ്പൽ വരുന്നത് ക്യാപിറ്റൽ സിഗ്മ. എസിൻ്റെ വാല്യൂ വരുന്നത് അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്, 2 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ വരുന്നത് 2 × ½ ചെയ്യുന്നു. സോ 1 കിട്ടുന്നു. അതുപോലെ മൾട്ടിപ്ലിസിറ്റി അതുകൊണ്ട് വരുന്നത് 3 ആയിരിക്കും. ഇനി ജിയിലാണ് വരുന്നത്. സോ G ആണ് വരുന്നത്. പിന്നെ പൈ മോളിക്കുലർ ഓർബിറ്റൽ എന്ന് പറയുന്നത് പാർഷ്യലി ഫിൽഡ് ആണ്. സോ സൈൻ എന്തായിരിക്കും വരുന്നത്? മൈനസ് സൈൻ ആയിരിക്കും വരുന്നത്. സോ നമ്മുടെ ടേം സിമ്പൽ എന്ന് പറയുന്നത് 3σg-. ഇനി O2+ ആയിരുന്നെങ്കിലോ? O2+ ആയിരുന്നെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വന്നേനെ? ലാസ്റ്റ് 1πg1 = 1πg0 വന്നേനെ അല്ലേ? സോ ഒരു മോളിക്കുലർ ഓർബിറ്റലിൽ മാത്രം ഒരു ഇലക്ട്രോൺ ആയിട്ട് ഇരിക്കുക. സോ അവിടെ നമ്മുടെ ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റത്തിൻ്റെ വാല്യൂ എന്തായിരിക്കും? 1 ആയിരിക്കും. ഇവിടെ ആഡപ്പ് ഒന്നും ചെയ്യുന്നില്ല. സോ ഇവിടുത്തെ വാല്യൂ എന്ന് പറയുന്നത് 1 ആണ്, ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം. സോ 1 ആണെങ്കിൽ നമ്മുടെ സിമ്പിൾ എങ്ങനെ വരും? ക്യാപിറ്റൽ പൈ വരും. പിന്നെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. സോ എസിൻ്റെ വാല്യൂ ഹാഫ് വരുന്നു. മൾട്ടിപ്ലിസിറ്റി 2 വരുന്നു. പിന്നെ ജെറൈഡിലാണ്, പാർഷ്യലി ഫിൽഡ് ആണ്. സോ മൈനസ് ആണ്. സോ നമ്മുടെ സിമ്പൽ വരുന്നത് 2πg-. ഇനി F2 ആയിരുന്നെങ്കിൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എങ്ങനെ വന്നേനെ? ഇതെന്ന് പറയുന്നത് ലാസ്റ്റ് കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും അല്ലേ? അപ്പോൾ നമ്മൾ കംപ്ലീറ്റ്ലി ഫിൽഡ് ആയിരിക്കും. ടോട്ടൽ ഓർബിറ്റൽ ആംഗുലർ മൊമെൻറ്റം എന്ന് പറയുന്നത് 0 ആയിരിക്കും. സോ സിമ്പൽ ക്യാപിറ്റൽ സിഗ്മ. പിന്നെ അതുപോലെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒന്നും ഇല്ല. സോ മൾട്ടിപ്ലിസിറ്റി വരുന്നത് 1. പിന്നെ ഇവിടെ G × G × G × G ആണ് വരുന്നത്. G തന്നെ. പിന്നെ സൈൻ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ പ്ലസ് സൈൻ. സോ നമ്മുടെ ടേം സിമ്പൽ വരുന്നത് 1σg+. ഇനി Ne2 ആണെങ്കിലോ? Ne2 വരുമ്പോഴത്തേക്കും ലാസ്റ്റ് 3σu2 വരും അല്ലേ? 1σg2 1σu2 2σg2 2σu2 3σg2 1πu2 = 1πu2 1πg2 = 1πg2 then 3σu2.
So total orbital angular momentum 0. So symbol is capital sigma. No unpaired electrons. So multiplicity 1 തന്നെ. പിന്നെ യുയിലാണ് 2 ഇലക്ട്രോൺസ് ഉണ്ട്. സോ നമ്മൾ യു ക്രോസ് യു ചെയ്യുന്നു. യു ക്രോസ് യു എന്ന് പറയുന്നത് ജി ആണ്. സോ കംപ്ലീറ്റ്ലി ഫിൽഡ് ആണ്. സോ പ്ലസ് സൈൻ ആണ്. സോ നമ്മുടെ ടേൺ സിമ്പിൾ 1 സിഗ്മ ജി പ്ലസ്. That brings us to the end of this video. I hope you found it helpful. If you did, don't forget to like, share, and subscribe to Gayatri's Glimpses for more such content. Let's keep learning together. See you in the next one.